ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാ പന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാവുന്ന ഈ ആഴ്ച അടുത്ത ആഴ്ചയായിട്ട് ഒരു വീഡിയോ റിലീസ് ചെയ്യുന്ന മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളെ കുറിച്ചൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ മാസം OTT റിലീസിന് തയ്യാറെടുക്കുന്ന ആദ്യത്തെ ഒരു വെബ് സീരീസ് നോക്കാം. നീരജ് മാധവ് കേന്ദ്ര കഥാപാത്രത്തിന് ഏറ്റവും പുതിയ മലയാളം വെബ് സീരീസാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വെബ് സീരീസ്. 2025 ആദ്യ റിലീസ് കൂടിയാണ് വെബ് സീരീസുകൾ. ഇത് ഹോട്ട്സ്റ്റാർ ആണ് ഈ ഒരു വെബ് സീരീസിന്റെ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. വിഷ്ണുജി രാഘവാണ് ഈ ഒരു വെബ് സീരീസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വെബ് സീരീസ് റിലീസിനെത്താൻ പോകുന്നത് ഈ വരുന്ന ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ്. മലയാളത്തിൽ പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങി 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസം 28-ാം തീയതി മുതൽ ഹോട്ട്സ്റ്റാർ ഈ ഒരു വെബ് സീരീസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു ചിത്രത്തിന് കൺഫേംഡ് ആയിട്ടുള്ള OTT അപ്ഡേറ്റ്സ് ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് OTT അപ്ഡേറ്റ്സുകൾ പരിശോധിക്കണം. ഒന്നാമത്തെ ചിത്രം ഈ വർഷം റിലീസിനെത്തിയ ചിത്രമാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. ബേസിൽ ജോസഫ്, സൗബിൻ ഷാഗർ, ചെമ്പൻ വിനോദ് ജോസഫ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടായിരുന്നു. ശ്രീരാജ് ശ്രീനിവാസനായിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് അതിന് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റ് ലഭ്യമായിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ മാർച്ച് മാസം ആദ്യത്തോടുകൂടി തന്നെ നമുക്ക് ആമസോൺ പ്രൈം വീഡിയോസ് ഈ സിനിമ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു സിനിമയുടെ അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. ഹലോ മമ്മി എന്ന് പറഞ്ഞ മലയാള സിനിമയുടേതാണ്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വൈശാഖ് ഏരൻസ് ആയിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ അത്യാവശ്യം തിരക്കില്ലാത്തൊരു വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. മികച്ചൊരു കോമഡി എന്റർടൈനറായിട്ട് മാറിയ ചിത്രം കാണാൻ വേണ്ടി പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാർച്ച് മാസത്തോടെ ഹലോ മമ്മി എന്ന സിനിമ ഹോട്ട്സ്റ്റാർ വഴി കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അടുത്തൊരു OTT റിലീസ് നോക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ നായകനായിട്ടെത്തി 2021 തിയേറ്ററിലെത്തിയ ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയുടേതാണ്. നിരവധി നാളായിട്ട് മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു OTT റിലീസാണ് ബാന്ദ്രയുടേത്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. തമിഴയുടെ ആദ്യ മലയാള അരങ്ങേറ്റ ചിത്രം എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ടായിരുന്നു. രാമലീലയ്ക്ക് ശേഷം അരുൺ ഗോപിയായിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത്. ഏകദേശം 30 കോടിയുടെ ബഡ്ജറ്റ് വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. അതേസമയം ചിത്രം OTTയിലല്ല മറിച്ച് യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ പോകുന്നുള്ള അപ്ഡേറ്റുകളും ലഭ്യമാകുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് മാർച്ച് മാസത്തോടുകൂടി തന്നെ ചിത്രത്തിൽ OTTയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അടുത്തൊരു OTT അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ കപ്പ് എന്ന് പറയുന്ന മലയാള സിനിമയുടേതാണ്. മാത്യു തോമസ്, ബേസിൽ ജോസഫ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമായിരുന്നു കപ്പ് എന്ന് പറയുന്ന സിനിമ. സഞ്ജു ബി സാമുവിലായിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ചിത്രത്തിന് OTT അപ്ഡേറ്റ്സുകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന് OTT റൈറ്റ്സ് ഒക്കെ സൈൻ അപ്പ് സ്വന്തമാക്കി എന്നുള്ള ഒരു അപ്ഡേറ്റുകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം മാർച്ച് മാസം ആദ്യത്തോടു കൂടി അല്ലെങ്കിൽ പകുതിയോട് കൂടിയായിട്ട് സൈൻ അപ്പ് ഈ സിനിമ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ ഏത് ചിത്രം നോക്കുകയാണെങ്കിൽ ആസിഫ് അലി കേന്ദ്ര കഥാപാത്രക്ക് ജോഫിൻ ടി ചാക്കോ അണിയിച്ചൊരുക്കിയ ചിത്രമാണ് രേഖ ചിത്രം എന്ന് പറയുന്ന സിനിമ. അനശ്വര രാജൻ നായികയായിട്ടെത്തിയ ഈ ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ട്. സോണി ലൈവ് ഈ വരുന്ന മാർച്ച് മാസം 7-ാം തീയതി ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങി 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച ഒരു സർപ്രൈസ് OTT റിലീസ് ഉണ്ട്. തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ബാലയ്യ നായകനായിട്ടെത്തിയ ചിത്രമാണ് ഡാക്കു മഹാരാജ് എന്ന് പറയുന്ന സിനിമ. ജനുവരി മാസം തിയേറ്ററിലെത്തിയ ചിത്രം 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ വിജയ് ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി ഈ വരുന്ന ഫെബ്രുവരി മാസം 21-ാം തീയതി ഈ സിനിമ OTT വഴി റിലീസിന് തയ്യാറെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ തെലുങ്ക് ഭാഷ മാത്രമായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.